വംശീവിഭൂഷിതകരാൽ നവനീരതാവാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം. ഏകപഞ്ചാശത്തമോധ്യായ 51-ാമത്തെ അധ്യായം. ശ്രീശിവോവാച തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനമിവോടുവം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസംരാജൽ കൗസ്തുഭാമുക്തകന്ധരം പൃഥുദീർഘചതുർബാഹും നവകഞ്ചാരുമേക്ഷണം. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ഭഗവാൻ ഒറ്റയ്ക്ക് കഴുത്തിലൊരു മാലയിട്ട് ആ മധുരാവിരുടെ ഗോപുരത്താലത്തിനാണ് പുറത്തേക്ക് വന്നു എന്ന് ആ യവനൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ കൂടിയിട്ട്. അപ്പോൾ തം വിലോക്കി ആ ഭഗവാനെ കണ്ടിട്ട് എങ്ങനെയാണ് ഉജ്ജിഹാൻ എങ്ങനെയാണ് ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ചു വരുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് ഭഗവാൻ. ദർശനീയതമ കാണാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള നീലനിറം മഞ്ഞപ്പട്ട അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മാറിൽ ശ്രീവത്സം എന്നുള്ള മറുവുണ്ട്. ആ കൗസ്തുഭം മിന്നിത്തിളങ്ങുന്ന ആ മാറുടെ അതുമാതിരി കഴുത്തിൽ നല്ല നീണ്ട 4 കൈകളുണ്ട് ഭഗവാന്. പിന്നെ നവകഞ്ച ആരുണ്യക്ഷണം നല്ല മനോഹരമായിട്ടുള്ള ആ താമരപ്പൂ പോലുള്ള കണ്ണ് അരുണവർണ്ണുള്ള കണ്ണുകളുള്ള ഭഗവാനെയാണ് കണ്ടത്. ആ ഭഗവാൻ മുമ്പിലൊക്കെ നിന്നിട്ട് സൈന്യത്തിന് മുമ്പിൽ കൂടെ അങ്ങനെ പേടിച്ച മാതിരിയാണ് ഓടുകയാണേ. അപ്പോൾ പിന്നാലെ ഈ യവനും അങ്ങോട്ട് ഓടാൻ തുടങ്ങി. നിത്യപ്രമുദിതം ശ്രീമൽ സുഖപോലം ശുചിസ്മിതം മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരന്മകരകുണ്ടലം വാസുദേവോ ഹയമതി പുമൻ ശ്രീവത്സലാഞ്ജന ചതുർഭുജോരവിന്ദാക്ഷോ വനമല്യതിസുന്ദര. എങ്ങനെയാണ് നിത്യപ്രമുദിതം ശ്രീമൽ എപ്പോഴും എല്ലാവർക്കും ആനന്ദത്തെ സന്തോഷത്തെ നൽകുന്നതായിട്ടുള്ള നല്ല ശ്രീത്വമുള്ള നല്ല കവിൾത്തടങ്ങളാണ് ഭഗവാനുള്ളത്. അതുമാതിരി മന്ദസ്മിതം തൂകുന്ന പുഞ്ചിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള മുഖകമലങ്ങൾ. ആ മുഖകമലാണ് അതെങ്ങനെയാണ് മകരകുണ്ടലാൽ അങ്ങനെ ശോഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടപ്പോൾ മാറിൽ ശ്രീവത്സം മറുണ്ട്, 4 കൈകളുണ്ട്, താമരക്കണ്ണനാണ്, മഞ്ഞപ്പെട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും വാസുദേവോ ഹ്യയം, ഇത് സാക്ഷാൽ വാസുദേവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയവന്. ലക്ഷണൈർ നാരദ പ്രോക്തൈർ നാന്യോപവിതുമർഹതി നിരായുധശ്ചരൻ പദ്യം യോത്സ്യേനേന നിരായുധ ഇതി നിശ്ചിത്യയവന പ്രാദ്രവന്തം പരാമുഖം അന്യതാവൽ ജിഗൃക്ഷുസ്തം ദുരാപമവിയോഗിനം. അപ്പോൾ ആ ഭഗവാന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അത് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഭഗവാന്റെ ലക്ഷണങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ആ ഓർത്തിട്ട് ഇത് ഭഗവാൻ തന്നെയാണ്. ഭവിതു അന്യോഭവിതും അർഹതി, വേറെ ആരും അല്ല എന്നുള്ള ഭാവത്തിൽ. എന്ന് മാത്രമല്ല നിരായുധശ്ചലൻ പദ്യാം, അതായത് എന്നാലോ കയ്യിൽ ആയുധങ്ങളും ഇല്ലാണ്ട് അങ്ങനെ തേരും ഒന്നുമില്ലാണ്ട് അങ്ങനെ നിരായുധനായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇവനെ നിരായുധനായിട്ട് തന്നെ വധിച്ചളയാം, സൈന്യമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ നിശ്ചിത്യ യവന പ്രാദ്രവന്തം പരാങ്മുഖം, അങ്ങനെ പേടിച്ചോടുന്ന മാതിരിയാണ് മുമ്പിൽ ഓടുന്ന ആ ഭഗവാനെ. അതായത് പരാമുഖൻ എന്താണ്, ആ യുദ്ധവിമുഖനായിട്ട് യുദ്ധത്തിൽ ആഗ്രഹമില്ലാത്ത രീതിയിലല്ലേ പേടിച്ചോടുന്നത്. അപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ പിടികൂടിയിട്ട് വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അന്യതാവൽ ജിഗൃക്ഷുസ്തം ദുരാപമഭിയോഗിനം, ആരുടെ പിന്നാലെ ഉള്ളത് യോഗിമാർക്ക് കൂടിയിട്ട് പിടികിട്ടാത്തവനായിട്ടുള്ള ഭഗവാന്റെ പിന്നാലെ ഈ യവനെ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഹസ്തപ്രാപ്തമിവാത്മാനം ഹരിണാസപദേവതേ നീതോ ദർശയദാദൂരം യവനേശോദ്രികന്ധരം പലായനം യദുകുലേ ജാതസ്യ തവനോജിതം ഇതി ശിവന്നനുഗതോ നൈനം പ്രവാഹദാശുഭ.
ആ കയ്യിൽ എങ്ങനെയാണ് ഭഗവാന്റെ ഓട്ടം അറിയോ, അങ്ങനെ ഓടും. അങ്ങനെ കുറച്ചുമ്പോഴേക്കും യവനനെ അങ്ങനെ കുറച്ച് വേഗം കൂട്ടിയിട്ട് ഭഗവാന്റെ അടുത്തെത്ത് എത്തിയതാ പിടി കിട്ടിയപ്പോഴേക്കും കുറച്ചുകൂടി ഭഗവാൻ വേഗത്തിലാണ് ഓടുക. അങ്ങനെ പിന്നാലെ ഓടിച്ചിട്ട് എങ്ങനെയാണോ നീതോ ദർശയതാ ദൂരം വളരെയധികം പിടികിട്ടുന്നുള്ള ഭാഗത്തിൽ വീണ്ടും ഓടും, അങ്ങനെ വീണ്ടും നിൽക്കും. അങ്ങനെയുള്ള രീതിയിലായിട്ട് അങ്ങനെ ഈ യവനനെ അങ്ങനെ നയിച്ചിട്ട് യവനേശോ അദ്രികന്ധരം ഒരു പർവ്വത ഗുഹയിലേക്ക് അങ്ങോട്ട് നയിച്ചു ഈ യവനനെ. എന്നിട്ടോ പിന്നാലെ യവനൻ ഓടുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, പായി യദുകുലത്തിൽ ജനിച്ചവനുള്ള നിന്നെയും പേരുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പേടിച്ചു വന്നത് ഒട്ടും ഉചിതല്ല എന്നൊക്കെ ഇങ്ങനെ വേണ്ടാണ്ട വാക്കുകൾ പറഞ്ഞിങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഭഗവാൻ ശ്രദ്ധിച്ചതേ ഇല്ല എന്ന് പറയുകയാണ്. അവനെ പ്രാവാഹതാശുഭ, എന്നാലോ ഭഗവാനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാണ്. ഹസ്തപ്രാപ്യമീവാത്മ പിടിച്ചു എന്ന് തോന്നിയാലും പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രാവാഹതാശുഭ, അവൻ്റെ പാപം തീർന്നിട്ടില്ല യവനൻ്റെ. അതുകൊണ്ട് ആ യവനെ ഭഗവാനെ ഒന്ന് തൊടാനോ അടുത്ത് പിടിക്കാനോ കഴിഞ്ഞില്ല. എന്നിട്ടോ ഏവം ക്ഷിപ്തോപി ഭഗവാൻ പ്രാവിശൽ ഗിരിഗന്ധരം സോപി പ്രവിഷ്ടത്ര അന്യം ശയാനം ദദൃശേ നരം നന്വസൗ ദൂരമാനീയ ശേരേ മാമിക സാധുവൽ ഇരിമത്വാച്യുതം മൂഢ തമ്പദാ സമതാടയൽ. ഇങ്ങനെ അങ്ങനെ അധിക്ഷേപിക്കപ്പെട്ടിട്ടും ഏവം ക്ഷിപ്തോസി ഭഗവാൻ ആ ഒന്നും പറയാണ്ട് ഭഗവാൻ പിടികൊടുക്കാണ്ട് ആ പ്രാവിശൽ ഗിരികന്ധരം ആ പർവ്വത ഗുഹയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നു. അതിനകത്ത് മാത്രമേ ഒക്കെ ഇരുട്ടാണ്. അപ്പോൾ യവനനും പിന്നാലെ കയറിക്കൂടി. അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോഴാണ് സോവി തത്ര അന്യം ശയാനം ദദൃശേനരം. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ വേറൊരാൾ അവിടെ കടന്ന് ഉറങ്ങാനുണ്ട്. എന്നാലോ ഇരുട്ടത്ത് അങ്ങനെ മുഴുവൻ മനസ്സിലാവണില്ല. ഏതായാലും ഇവൻ വേഗം മാറിയിട്ട് കടന്ന് ഉറങ്ങാവും, കൃഷ്ണൻ തന്നെയാവും എന്നുള്ള ചിന്തിച്ചിട്ട് എന്താണ് നന്വസൗ ദൂരമാനീയ ശേതേ മാമിക സാധുവൽ ഇതിമത്വ അച്യുതം മൂഢ തം പദാസമതാടയൽ. എന്നെ എത്ര ദൂരം ഇങ്ങനെ ഓടിച്ചു കൊണ്ട് വന്നിട്ടേ ഇപ്പോൾ വേഷന്മാരിൽ ഇവിടെ കടന്ന് ഉറങ്ങന്നെയാണ് ഇവൻ എന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്തു, ആ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മാറത്തൊരൊറ്റ ചവിട്ടാണ് കൊടുത്തു. സ ഉത്ഥായ ചിരം സുപ്ത ശനൈരുന്മീയലോചനേ ദിശോ വിലോകയൻ പാർശ്വേ തമദ്രാക്ഷീലവസ്ഥിതം സദാവൽ തസ്യ രുഷ്ടസ്യ ദൃഷ്ടിവാദേന ഭാരത ദേഹജേനാഗ്നിനാദഗ്ധോ ഭസ്മസാദഭവൽക്ഷണാൽ. ഇങ്ങനെ ഈ ഉറങ്ങിക്കിടന്ന ആളാരാ ഇങ്ങനെയാണ് ചിരം സുപ്ത കുറകാലമായിട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു അദ്ദേഹം ആ ഗുഹയിൽ. അദ്ദേഹം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഈ മാറത്ത് ചവിട്ടിയിട്ട് ഉണർത്തിയിട്ടുണ്ടല്ലോ, ഞെട്ടി അങ്ങനെ ഉണർന്നിട്ട് 4 പാട് നോക്കിയപ്പോഴാണ് മുമ്പിൽ ഈ യവനെ കണ്ടു. തമദ്രാക്ഷിയിൽ അവസ്ഥിതം പാർശ്വേ. എന്നിട്ടോ ആ തന്നെ ഉണർത്തിയിട്ടുള്ള കോപം കൊണ്ട് രുഷ്ടസ്യ അവൻ്റെ ആ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ ആ നോട്ടം കൊണ്ട് തന്നെ അതിനുണ്ടായുള്ളത് അഗ്നിനാഥ ദേഹജേന അഗ്നിനാദഗ്ധോ ഭസ്മ. ആ പെട്ടെന്ന് ആ നേത്രങ്ങളിൽ നിന്നായിട്ടുള്ള അഗ്നിയിൽ ആ യവനൻ അങ്ങോട്ട് ഭസ്മായി തീർന്നു. രാജോവാച കോ നാമ സപുമൻ ബ്രഹ്മൻ കസ്യ കിം വീര്യ ഏവര കസ്മാൽ ഗുഹം ഗതശിഷ്യേ കിം തേജോ യവനാർദ്ദന. അപ്പോഴാണ് രാജപരീക്ഷത്ത് ചോദിക്കുകയാണ്, കോ ഹേ ബ്രഹ്മൻ, അല്ലയോ ശ്രീശുഖ ബ്രഹ്മർഷേ, യവനാർദ്ദന ഈ യവനനെ ഇങ്ങനെ വകവരുത്തിയിട്ടുള്ള സപുമാൻ ആ പുരുഷൻ ആരാണ്? നാമ കസ്യ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കസ്യ ആരുടെ വംശമാണ്? കിം വീര്യ ആരുടെ വീര്യമാണ് എന്ന് മാത്രമല്ല കിം തേജ എന്ത് തേജസ്സാണ് അദ്ദേഹത്തിനുള്ള കാരണം? കസ്മാൽ എന്ത് കാരണത്താൽ ഗുഹാംഗത ശിഷ്യ ഇങ്ങനെ ഗുഹയിൽ പോയിട്ട് ഉറങ്ങിപ്പോയി. കാരണം നല്ല തേജസ്സും വീര്യമൊക്കെ ഉള്ള ആളാണ്. കണ്ണാങ്ങോട്ട് തുറന്ന് നോക്കിയിട്ട് ഒരാളെ ഭസ്മാക്കാൻ കഴിയുന്ന വെച്ചാൽ നല്ല തേജസ്സുള്ള ആളാണ്. ആരാണ് ഇദ്ദേഹം? ഏത് വംശത്തിൽ ജനിച്ചവനാണ്? എന്താ അവിടെ കടന്ന് ഉറങ്ങാൻ കാരണം? ഇതൊക്കെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്. അപ്പം അതിന് മറുപടി പറയുകയാണ് ശ്രീശുഖബ്രഹ്മർഷി. ശ്രീശുഖോവാച സൈവാകുലേ ജാതോ മാന്ധാതൃതനയോ മഹാൻ മുചുകുന്ദൈരിഖ്യാതോ ബ്രഹ്മണ്യ സത്യസംഗരാ. ശ്രീശുഖബ്രഹ്മർഷി പറയാണ്, അദ്ദേഹം ഇക്ഷ്വാകുലേ ജാത ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ ജനിച്ചവനും മാന്താതൃതനയ മാന്താതാവിൻ്റെ പുത്രനും മഹാൻ മുചുകുന്ദ മഹാത്മാവുമായിട്ടുള്ള മുചുകുന്ദൻ ആണ്. ഇരിഖ്യാതിന് പ്രസിദ്ധനായിട്ടുള്ള ബ്രഹ്മണ്യ സത്യസങ്കര വളരെ ബ്രാഹ്മണ ഭക്തനാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല ധർമ്മയുദ്ധം നടത്തുന്നതിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളുമാണ് അദ്ദേഹം.
സയാജിത സുരഗണൈർ ഇന്ദ്രാദ്യൈർ ആത്മരക്ഷണേ അസുരേഭ്യ പരിത്രസ്തൈ തദ്രക്ഷാം സോവരോൽച്ചിരം. അദ്ദേഹം ഈ മുചുകുന്ദൻ ആസുരേഭ്യ പരിത്രസ്തൈ ആസുരന്മാരിൽ നിന്ന് പേടിച്ചവരായിട്ടുള്ള ഇന്ദ്രാദ്യൈ ഇന്ദ്രാദികളായ സുരഗണൈ ദേവഗണങ്ങളാൽ ആത്മരക്ഷണേ തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് യാചിത അഭ്യർത്ഥിതനായിട്ട് സചിതം അദ്ദേഹം കുറേ കാലം രക്ഷാം അകരോൽ അവരുടെ സംരക്ഷണം ചെയ്തുകൊണ്ട് അങ്ങനെ ദേവലോകത്തിൽ കഴിയുന്നു അസുരന്മാരോടൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ട്. അതിനുശേഷം ലബ്ധ്വാ ഗുഹം തേ സ്വപാലം മുചുകുന്ദമദബ്രുവൻ രാജൻ വിരമതം കൃത്സാൽ ഭവന്ന പരിപാലനാൽ. ഇങ്ങനെ അനവധി കാലം ദേവന്മാരെ രക്ഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവന്മാർക്ക് അതാ ഗുഹം സ്വപാലം ലബ്ധ്വ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെ തങ്ങളുടെ ആ സേനാനായകനായിട്ട് അവർക്ക് കിട്ടി ദേവന്മാർക്ക്. അപ്പോൾ അവർ മുചുകുന്ദനോട് പറഞ്ഞു, ഹേ രാജൻ ന പരിപാലനാൽ കൃച്ഛ്രാൽ ഭവാൻ വിരമതാം, ഞങ്ങളെങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങളെങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കില്ലേ, ഈ കഷ്ടപ്പാടിൽ നിന്ന് അങ്ങുതാ നീ വിരമിച്ചോളൂ എന്ന് പറഞ്ഞു. തേ അബ്രുവൻ എന്ന് ദേവന്മാരെ അദ്ദേഹത്തിനോട് പറഞ്ഞു. താരകാസുരൻ്റെ ആ ദ്രോഹം അസഹ്യമായുള്ള ഘട്ടത്തിലാണ് സുബ്രഹ്മണ്യനെ ദേവന്മാരുടെ സർവ്വസൈന്യാധിപനായിട്ട് വാഴിച്ചത്. നരലോകേ പരിത്യജ്യ രാജ്യം നിഹതകണ്ഠകം അസ്മാൻ പാലയതോ വീര കാമാസ്തേ സർവ ഉജ്ജിത. ഹേ വീര, ദേവന്മാര് മുചുകുന്ദനോട് പറയാണ്, ഹേ വീര, നിഹതകണ്ഠകം തുരത്തപ്പെട്ട ശത്രുക്കളോട് കൂടിയ നരലോകെ ഭൂമിയിലെ രാജ്യം സ്വന്തം രാജ്യത്തെ പരിത്യജ്യ ഉപേക്ഷിച്ച് അസ്മാൻ പാലയത് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടിരുന്ന അങ്ങയ്ക്ക് സർവേ കാമ ഉജ്ജിത എല്ലാ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാതെ പോയി എന്ന് പറയണം. അതായത് അങ്ങയുടെ കാര്യം നോക്കാണ്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ദേവലോകത്തിൽ വന്ന് ഇങ്ങനെ ഇത് ചെയ്തില്ലേ, അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹങ്ങളും ഒന്നും നടത്താനും പറ്റാണ്ടാണ് അങ്ങ് ഇത്ര കാലം കഴിച്ചു കൂട്ടിയത്. പിന്നെയോ അത് കാരണം സുതാ മഹിഷ്യോ ഭവതോ ജ്ഞാതയോ മത്യമന്ത്രിണ പ്രജാശ്ച തുല്യകാലീയ നാദുനാ സന്ധികാലിത. അങ്ങിവിടെ ഈ ദേവലോകത്തിൽ വന്ന് യുദ്ധം ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ അങ്ങ് ഭൂമിയിൽ അങ്ങയുടെ ആ സുതാ മഹിഷ്യോ ഭവതോ അങ്ങയുടെ ആ മക്കള് പത്നിമാര് അതുമാതിരി ബന്ധുക്കള് അമാത്യന്മാര് മന്ത്രിമാര് അതുമാതിരി സമകാലീനരായിട്ടുള്ള പ്രജകള് എല്ലാവരും കാലധർമ്മം പ്രാപിച്ചു കഴിഞ്ഞു. അവരൊക്കെ അപ്പോൾ മരിച്ചുപോയി കഴിഞ്ഞു. അതിനാ അവരാരും ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. ലോകത്തിലല്ലേ ഇദ്ദേഹം കഴിഞ്ഞിരുന്നപ്പോൾ അവിടെ നരലോകത്തിൽ ആയുസൊക്കെ വളരെ വേഗത്തിൽ കഴിയേ അവിടെ അവരെല്ലാവരും മരിച്ചു പോയിരിക്കണു. കാലോ ബലിയൻ ബലിനാം ഭഗവാനീശ്വരോജ്ജയ പ്രജാകാലയതേ ക്രീഡൻ പശുപാലോ യഥാ പശുൻ. എന്താ ചെയ്യാ, ബലിനാം ബലിയാൻ ഈശ്വര, ബലമുള്ളവരിൽ വെച്ച് ഏറ്റവും ബലവാനായിട്ടുള്ള ഈശ്വരനും ആ വിനാശരഹിതനും കാലസ്വരൂപനുമായിട്ടുള്ള ഭഗവാൻ പശുപാല പശൂന്യത ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരാള് പശുക്കളെ എന്ന പോലെ ക്രീഡൻ പ്രജാകാലയതേ ഇങ്ങനെ ക്രീഡാരൂപത്തിൽ ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ തൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഈ മൃഗങ്ങൾക്കൊന്നും പറയാൻ നിവൃത്തിയില്ലല്ലോ. അതുമാതിരി അവനവൻ്റെ കാലം കഴിയുമ്പോൾ ഓരോരുത്തർ കാലഗതി പ്രാപിക്കുകയും ചെയ്യണു എന്ന് പറയുകയാണ്. വരം വൃണീഷ്വഭദ്രം തേ ഹൃദേ കൈവല്യമദ്യന ഏക ഏവേശ്വരസ്തസ്യ ഭഗവൻ വിഷ്ണുരമ്യയ. അതുകൊണ്ട് തേ ഭദ്രം, അങ്ങക്ക് എല്ലാ നന്മകളും വരും. ഇപ്പൊ ഞങ്ങളോട് എന്താ വരം വേണ്ടച്ചാൽ ചോദിച്ചോളൂ. പക്ഷെ ഒന്നുണ്ട്, കൈവല്യം ഹൃദേ, അതായത് മോക്ഷം ഒഴിച്ച് എന്ത് വരം വേണിച്ചാലും ഭരിച്ചാലെന്ന് പറയാണ്. കാരണം തസ്യ ഈശ്വര ഭഗവാൻ അവ്യയ വിഷ്ണു ഏക ഏവ. ഈ മോക്ഷം അതായത് കൈവല്യം തരാൻ ആർക്ക് കഴിയൂ? അവ്യനായിട്ടുള്ള ആ ഈശ്വരനായിട്ടുള്ള മഹാവിഷ്ണുവിന് മാത്രമേ മോക്ഷം നൽകാൻ കഴിയൂ. ബാക്കിയുള്ള എന്ത് വരം വേണമെച്ചാലും ചോദിച്ചോളൂ എന്നാണ് ഇദ്ദേഹത്തിനോട് ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹമാണ് വെച്ചാലോ അനവധി കാലം യുദ്ധം ചെയ്തിട്ട് അങ്ങനെ അല്ലാണ്ട് ക്ഷീണിച്ചിട്ട് ഒരു റെസ്റ്റ്, ഒരു വിശ്രമമാണ് അദ്ദേഹത്തിന് തൽക്കാലം, മറ്റൊന്നും ചിന്തയില്ല. ഏവമുക്തസവൈ ദേവൻ അഭിവന്ദ്യ മഹായശ അശയിഷ്ടഗുഹാവിഷ്ടോ നിദ്രയാ ദേവദത്തയാ. അപ്പം അദ്ദേഹത്തിന് എന്തേ വേണ്ടു? ഒന്ന് വിശ്രമിക്കണം, സുഖമായിട്ട് അങ്ങോട്ട് ഒന്ന് ഉറങ്ങിയാൽ മതി. എത്ര അധികം ക്ഷീണിച്ചിരിക്കണം ഈ യുദ്ധം ചെയ്തിട്ട്. അപ്പോൾ ഏവം ഉക്ത വൈ മഹായശാസ യശസ്വിയായിട്ടുള്ള അദ്ദേഹം ഇപ്രകാരം ദേവന്മാരെ പറയപ്പെട്ടപ്പോൾ
ദേവാൻ അവരെയൊക്കെ വന്ദിച്ചിട്ട് ദേവദത്തയാ നിദ്രയ ദേവന്മാരോട് എന്താ അദ്ദേഹം ചോദിച്ചത്, അപേക്ഷിച്ച് വാങ്ങിയത്, എനിക്ക് സുഖമായിട്ടുള്ള ഉറക്കം വേണമെന്ന്. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മോക്ഷത്തിൻ്റെ അടുത്ത് വരും, ഒന്നും അറിയാണ്ട് ഒന്നിനോട് ഇതില്ലേ, സുഖവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ കടന്നില്ലേ, അങ്ങനെ ആ ഉറക്കമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ ദേവദത്തയാ നിദ്രയാ ഗുഹ ആവിഷ്ട, ഈ ഗുഹയിലേക്ക് പ്രവേശിച്ചിട്ട് അശയിഷ്ട അവിടെ കിടന്നങ്ങട് ഈ ദേവന്മാരെ വരായിട്ട് കൊടുത്തുള്ള ഈ ഉറക്കം അങ്ങനെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുവിടുകയായിരുന്നു എന്ന് പറയുകയാണ്. സ്വാപം യാതം യസ്തു മധ്യേ ബോധയേ ത്വാം അചേതന സത്വയാ ദൃഷ്ടമാത്രസ്തു ഭസ്മീഭവതു തൽക്ഷണാൽ. അങ്ങനെ ദേവന്മാർ ആ സമയത്ത് ഒരു വരം കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്വാപം യാതം ത്വാം, അതായത് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അചേതന, തീരെ ആലോചന ഇല്ലാണ്ട് ഈ അത് ആരെങ്കിലും മധ്യേ ഇടയ്ക്ക് വെച്ച് വന്ന് അങ്ങയെ ഉണർത്തുകയാണെങ്കിൽ ത്വയാ അങ്ങയാൽ ദൃഷ്ടമാത്രം അങ്ങ് ഒന്ന് നോക്കിയാൽ തന്നെ അവൻ തൽക്ഷണാൽ ഭസ്മീഭവതു, അവൻ അപ്പം തന്നെ ഭസ്മായി തീരുന്നൊരു വരവും ദേവന്മാർ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിന് യാതൊരു തടസ്സം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. യവനേ ഭസ്മസന്നീതേ ഭഗവാൻ സത്വദർശഭ ആത്മാനം ദർശയാമാസ മുജുകുന്ദായ ധീമതേ. അങ്ങനെ ആ യവനൻ ഭസ്മമായി തീർന്ന സമയത്ത് ഭക്തവത്സനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വിവേകിയായിട്ടുള്ള ആ മുജുകുന്ദായ ധീമത, ആ വിവേകിയായിട്ടുള്ള മുജുകുന്ദന് തൻ്റെ സ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതാണ് ഭഗവാൻ നേരത്തെ വന്ന് ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. ഈ ഉണർന്ന ആളെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഭഗവാൻ ചിലപ്പോൾ ഭസ്മായി തീരും. അതുകൊണ്ടായിരിക്കും വെച്ചാൽ എങ്ങനെയല്ല, അങ്ങനെയല്ല. ആ ഭഗവാൻ ഈ ദേവന്മാർ ഇദ്ദേഹത്തിന് കൊടുത്ത വരം കൊണ്ട് ഭഗവാന്റെ വേറൊരു ഗീതം കൂടി നടത്തണം. ഈ കാലയവനെ കൊല്ലിക്കും വേണം, ഒപ്പം തന്നെ ഈ മുചുകുന്ദന് മോക്ഷം കൊടുക്കേണ്ട സമയമായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ എത്തിയത്. അപ്പോഴേക്കും ഭഗവാനെ കണ്ടിട്ട് തമാലോക്യഘനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസംഭ്രാജൽ കൗസ്തുഭേന വിരാജിതം. നല്ല മേഘവർണ്ണമാണ് ഭഗവാന്, മഞ്ഞപ്പട്ട അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ വക്ഷസിൽ ശ്രീവത്സന്മാരും അങ്ങനെ ശോഭിക്കുന്നുണ്ട്. ഒപ്പം കഴുത്തിൽ കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ അങ്ങനെ വ്യാപിച്ചിരിക്കുന്നുണ്ട്. പിന്നെയോ ചതുർഭുജം രോചമാനം വൈജയന്ത്യാജമാലയാ ചാരുപ്രസന്നവദനം സ്ഫുരൻ മകരകുണ്ടലം പ്രേക്ഷണീയം ലോകസ്യ സാനുരാഗസ്മിരേക്ഷണം അഭിച്യവയസം മർത്തമൃഗേന്ദ്രോദാരവിക്രമം പര്യവൃച്ഛൻ മഹാബുദ്ധി തേജസാ തസ്യ ദർശിത സംഗീത സനകൈരാജാ ദുർദർശമിവ തേജസാ. എങ്ങനെയാണ് ആ ഗുഹയിലത്തെ അന്ധകാരത്തെ മുഴുവൻ അങ്ങനെ തൻ്റെ ആ ശോഭ കൊണ്ട് അങ്ങനെ പ്രകാശമാനാക്കി അന്ധകാരത്തിനെ മുഴുവൻ മാറ്റിയിരിക്കണു ആ ഭഗവാൻ. അതാണ്. അന്ന് മാത്രമല്ല, തൻ്റെ കണ്ണുകളിൽ കൂടിയാണ് മഞ്ഞളിപ്പിക്കുന്നത്. ദുർദർശമിവ തേജാതോ, കാണാൻ തൻ്റെ കണ്ണ് തുറന്ന് നേതാവണ്ണം നോക്കാൻ കൂടി പറ്റില്ല. അത്രയധികം ശോഭയിൽ കൂടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ മുമ്പിൽ നിൽക്കണതേ. എന്താണ്? 4 തൃക്കൈകളുണ്ട്, വൈജയന്തി എന്നുള്ള മാല ധരിച്ചിട്ടുണ്ട്, മകരകുണ്ടങ്ങളുടെ കാന്തിയോട് കൂടിയിട്ടുള്ള ആ പുഞ്ചിരിക്കുന്ന ആ പ്രസന്നവദനം. അല്ല എങ്ങനെ മാത്രമല്ല, മനുഷ്യർക്ക് ആകമാനം കാണാൻ കൗതുകമുള്ള ആ സ്വരൂപം. പ്രേക്ഷണീയം ലോകസ്യ. ഇനിയോ നല്ല ആരെയും വശീകരിക്കുന്ന ആയുള്ള യൗവന ഭാവം. എങ്ങനെയാണ്? ഒരു സിംഹത്തിൻ്റേത് മാതിരിയുള്ള മത്ത മൃഗേന്ദ്ര ഔദാര്യമൊക്കെ നല്ല മതിച്ചിട്ടുള്ള ഒരു സിംഹത്തിൻ്റേത് പോലുള്ള ഗാംഭീര്യമുള്ളതും അതുമാതിരി ഔദാര്യം കലർന്നായിട്ടുള്ള ആ നടത്തം. ഇപ്രകാരമുള്ള അല്ല ഭഗവാന്റെ രൂപമൊക്കെ ദർശിച്ചു നട്ട ബുദ്ധിമാനായിട്ടുള്ള മുചുകുന്ദൻ ആ ഭഗവാന്റെ പ്രഭാവത്തിൽ ഒന്ന് സമീപിക്കാൻ കൂടി ശങ്കിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തിനോട് മെല്ലെ മെല്ലെ ചോദിക്കാൻ തുടങ്ങി. മുചുകുന്ദൗവാചാം കോപഹാനിക സംപ്രാപ്തോ വിപിനീഗിരിഹ്വരേ പദ്ഭ്യം പദ്മബലാശാഭ്യം വിജരസ്യുരുകണ്ഠകേ. ഉരുകണ്ഠകേ. മുചുകുന്ദൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ മുള്ളുകൾ നിറഞ്ഞ ഈഹ വിപിന് ഈ കാട്ടിലെ ഗിരിഗഹ്വരെ ഈ പർവ്വത ഗുഹയിൽ സംപ്രാപ്ത എത്തിച്ചേർന്ന് പത്മബലാശാഭ്യം തൻ്റെ താമരതളം പോലെയുള്ള പാദങ്ങൾ വെച്ച് ഈ സഞ്ചരിക്കുന്നല്ലോ. ഭവാൻ അങ്ങ് ആരാണ് എന്നാണ് ആദ്യം ചോദിച്ചത്. കിം സ്വിൽ തേജസ്വിനം തേജോ ഭഗവൻ വാ വിഭാവസു സൂര്യ സോമോ മഹേന്ദ്രോ വാ ലോകപാലോപരോപി വാ. അങ്ങ് ആരാണെന്ന് ചോദിച്ചില്ലേ, നിങ്ങൾ സംശയിക്കുകയാണ്. തേജസ്വിനാം തേജ കിം സ്വിൽ, എല്ലാ തേജസ്സുള്ളവരുടെ ഈ ആ തേജസ് മുഴുവൻ മൂർത്തീകരിച്ചിട്ടുള്ള ഒരു തേജസ്സാണോ അങ്ങ് ചോദിക്കാൻ അത്ര ശോഭണ്ടേ. ഇനിയോ എങ്ങനെയാണ്?
ഭഗവാൻ വിഭാവസു അതോ സാക്ഷാൽ ഭഗവാനായിട്ടുള്ള അഗ്നിയാണോ, സൂര്യ സോമ ചന്ദ്രനാണോ, അതുമാതിരി സൂര്യനാണോ, മഹേന്ദ്ര സാക്ഷാൽ ദേവേന്ദ്രനാണോ, അപ്പം ഇനി വേറെ ആരെങ്കിലും ആരെങ്കിലും ആണോ അങ്ങ്? മന്യേ ത്വം ദേവദേവാനാം ത്രയാണാം പുരുഷരിഷഭം യദ്ഭാവസേ ഗുഹാദ്വാന്തം പ്രദീപ പ്രഭയായതാ. എനിക്ക് തീർച്ചയായിട്ടും അറിയാം അങ്ങ് ഇവരിലേക്കാട്ടിലൊക്കെ ശ്രേഷ്ഠനാണ്. കാരണം ദേവദേവാനാം ത്രയാണാം പുരുഷരൂപം ത്വം മന്യേ, ദേവന്മാർക്കും ദേവനായിട്ടുള്ള ആ 3 പേരുടെ ഇടയിൽ, അതായത് ത്രിമൂർത്തികളിലും വെച്ചിട്ടുള്ള പുരുഷോത്തമനായിട്ടുള്ള ആയിട്ട് അങ്ങേ ഞാൻ എന്താ കരുതുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ ത്വാം ഗുഹാദ്വാന്തം പ്രഭയാ പ്രദീപയതാ ബാധസെ. കാരണം അങ്ങയുടെ ഈ ശോഭ കൊണ്ട് ഈ ഗുഹയിലെ അന്ധകാരത്തിനെ മുഴുവൻ ഒരു വിളക്ക് കൊളുത്തി എങ്ങനെ ഇരുട്ട് പോണു അതുമാതിരി ആ മുഴുവൻ അങ്ങനെ ഭാഗറ്റുന്നില്ലേ ഈ ഗുഹ. അതുകൊണ്ട് അങ്ങ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഈ മഹാവിഷ്ണുവാണെന്ന ഒരാളുടെ ഒരു ഭക്തൻ്റെ ഗുഹയുടെ ഹൃദയത്തെ ആവുന്ന ഗുഹയുടെ ഉള്ളിലുള്ള അന്ധകാരത്തിനെ മുഴുവൻ മാറ്റാൻ ആർക്കേ കഴിയൂ? ആ ജഗദീശ്വരനായിട്ടുള്ള ഭഗവാനെ കഴിയൂ. അതാണ് ആ വിവേകിയായിട്ടുള്ള മുചുകുന്ദൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇതുമാതിരി ഈ ഗുഹയിൽ വന്നിട്ട് ഇതിലത്തെ അന്ധകാരം മുഴുവൻ മാറ്റി പ്രകാശിപ്പിക്കുന്ന ആ ദീപം ജ്ഞാനപ്രദീപമായിട്ടുള്ള സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി എന്നാണ്. ശുശ്രൂഷതാം അവ്യളീകമസ്മാകം നരപുംഗവ സ്വജന്മ കർമ്മഗോത്രം വാ കഥ്യതം യതി രോചതേ. ഇത് കേട്ടിട്ട് ഇങ്ങനെ ഭഗവാൻ പറയാണ്, ഹേ നരപുംഗവ, അല്ലയോ മനുഷ്യര് യോഗ്യനായവനെ, ശുശ്രൂഷതാം അസ്മാകം, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്ത് രോചതേ, അങ്ങക്ക് സമ്മതാണെങ്കിൽ അങ്ങ് സ്വജന്മ സ്വന്തം ജന്മമോ കർമ്മമോ ഗോത്രമോ അവ്യളീകം, അതായത് അസത്യം കളരാതെ കഥ്യതാം പറഞ്ഞു തരപ്പെട്ടാലും. ഇത് മുചുകുന്ദൻ ഭഗവാനോട് തന്നെ പറയുകയാണ്, അങ്ങ് ആരാണെന്ന് ഇതിൽ അങ്ങയുടെ ജന്മം കർമ്മം ഗോത്രം ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണേന്ന് മുചുകുന്ദൻ തന്നെയാണ് ഭഗവാനോട് പറയുന്നത്. അപ്പം എന്നിട്ട് പിന്നെ തൻ്റെ സ്വയം താൻ ആരാണെന്ന് പറയുകയാണ്. അയം പുരുഷം വ്യാഘ്ര ഐക്ഷ്വാകാക്ഷത്രബന്ധവ മുചുകുന്ദൈരി പ്രോക്തോ യൗവനാശ്വാത്മജ പ്രഭോ. ഞാനാകട്ടെ ഈ പുരുഷവ്യാഘ്ര, അല്ലയോ പുരുഷരിൽ ശ്രേഷ്ഠനായിട്ടുള്ള പ്രഭയുള്ളവനായിട്ടുള്ള ഭഗവാനെ, ഇക്ഷ്വാകു വംശജരായ ക്ഷത്രിയരുടെ വർഗത്തിൽ ക്ഷത്രബന്ധവ വർഗത്തിൽ പെട്ടവരാണ്. യൗവനാശ്വപുത്രനായിട്ടുള്ള അതായത് യൗവനാശ്വ യുവനാശ്വപുത്രനായിട്ടുള്ള മാന്താതാവിൻ്റെ പുത്രനായിട്ടുള്ള ഞാൻ മുചുകുന്ദ ഇരി പ്രോക്ത, മുചുകുന്ദൻ എന്നാണ് എൻ്റെ പേര്. ചിരപ്രജാകര ശ്രാന്തോ നിദ്രയാവഹതേന്ദ്രിയ ശരേസ്മിൻ വിജനീ കാമം കേനാപ്യുത്ഥാപിതോധുനാ. ചിരപ്രജാകര ശ്രാന്ത, വളരെ കാലമാണ് ഉറക്കമില്ലാണ്ട് കഴിക്കുക. കാരണം വല്ലാണ്ട് ക്ഷീണിതനായിട്ടുള്ള ഞാൻ. നിദ്രയാ അപഹതേന്ദ്രിയ, ഉറക്കം കാരണം ഇന്ദ്രിയങ്ങളുടെ ആ പ്രവർത്തനശേഷിയൊക്കെ ക്ഷയിച്ചിട്ട് ഞാനങ്ങനെ വിജനെ, ഈ ജനവാദമില്ലാത്ത അസ്മിൻ, ഈ സ്ഥലത്ത് കാമം ഇഷ്ടം പോലെ അങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. കേനാപി, ആ സമയത്ത് ഏതോ ഒരാളാൽ അധുന ഉത്ഥാവിത, ഇപ്പോൾ ഉണർത്തപ്പെട്ടു. ശ്രീധരവാര്യരുടെ പുസ്തകത്തിലും ഇതുമാതിരി ഗോപാലൻ നായരുടെ പുസ്തകത്തിലൊക്കെ നിദ്രയാ അപഹതേന്ദ്രിയ എന്നാണ് മൂലത്തിൽ, നിദ്രയോപഹതേന്ദ്രിയ എന്നാണ് സംസ്കൃത മൂലത്തിലും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ അർത്ഥം പറഞ്ഞുകൊണ്ട് ഗോപാലൻ നായരും ശ്രീധരവാര്യരും പറഞ്ഞിരിക്കുന്ന നിദ്രയാ അവഹതേന്ദ്രിയ എന്നാണ്. അപ്പോൾ നിദ്രയാപഹതേന്ദ്രിയ തന്നെയാണ്. അതെങ്ങനെയാണ് ഏതായാലും അപ്പോൾ നമുക്ക് രണ്ടാമത് ഈ നിദ്രയാപഹതേന്ദ്രിയ എന്നുള്ള അർത്ഥം തന്നെ തൽക്കാലം എടുക്കാം. സോപി ഭസ്മീകൃതോ നൂനം ആത്മീയേനൈവ പത്മനാ അനന്തരം ഭവാൻ ശ്രീമൻ ലക്ഷിതോ മിത്രസാധന. ഇങ്ങനെ അപി, അവനും, അതായത് എന്നെ ഇങ്ങനെ ഒരുത്തം ഒന്ന് ഉണർത്തി എന്ന് പറഞ്ഞില്ലേ, അവനും ഭസ്മീ ആത്മീയേന പാത്മനായേവ ഭസ്മീകൃത നൂനം, ഞാനൊന്ന് തെറ്റുന്നു, ഞാൻ കണ്ണു തുറന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ സ്വന്തം പാപം കൊണ്ട് തന്നെ ഇപ്രകാരം ഭസ്മീകരിക്കപ്പെട്ടതായിരിക്കണം. അനന്തരം അതിനുശേഷം അമിത്രസാധന ശ്രീമാൻ, ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവനായിട്ടുള്ള അങ്ങ്, ശ്രീമാനായിട്ടുള്ള അങ്ങ് ലക്ഷ്യത എൻ്റെതാ മുമ്പിൽ കാണപ്പെട്ടു എന്ന് പറയുകയാണ് മുചുകുന്ദൻ ഭഗവാനോട്. തേജസാവേവിഷയ്യേണ ഭൂരി ദ്രഷ്ടും ന ശക്നുമ അതൗജസോ മഹാഭാഗ മാനനീയോസി ദേഹിനാം. ഹേ മഹാഭാഗ,
അല്ലയോ ഭാഗ്യശാലിയായിട്ടുള്ളവനെ, ദേഹിനാം മാനനീയ അസി, ഈ ലോകത്തിലെ ശരീരികളുടെ കൂട്ടത്തിൽ അങ്ങ് ഏറ്റവും ആദരിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അഭിഷഹ്യേന തേ തേജസ, അസഹ്യമായിട്ടുള്ള അങ്ങയുടെ ആ തേജസ് കൊണ്ട് അതൗജസ പ്രഭാവം നഷ്ടപ്പെട്ട ഞാൻ ഭൂരി ദ്രഷ്ടും ന ശക്നുമായ, എനിക്ക് അധിക നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ കഴിയുന്നില്ല. ആ ശക്തനാകുന്നില്ല പറഞ്ഞ അത്ര തേജസ്സാണ് ഭഗവാൻ എന്ന് പറയുകയാണ് ഈ ചൂന്തിനെ. ഏവം സംഭാഷിതോ രാജ്ഞാ ഭഗവാൻ ഭൂതഭാവന പ്രത്യാഹ പ്രഹസൻ വാണ്യാ മേഘനാഥഗഭീരയാ. ഏവം ഇപ്രകാരം സംഭാഷണം ചെയ്യപ്പെട്ട ആ രാജാവിനാൽ ഇപ്രകാരം സംഭാഷണം ചെയ്യപ്പെട്ടവനായിട്ടുള്ള ആ സർവഭൂതരക്ഷകനായിട്ടുള്ള ഭഗവാൻ, ഭൂതഭാവന ഭഗവൻ, പ്രഹസൻ ചിരിച്ചുകൊണ്ട് മേഘനാഥഗഭീരയാ വണ്യ, നല്ല ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ തം പ്രത്യാഹ, ഭഗവാൻ അദ്ദേഹത്തിനോട് മുചുകുന്ദനോട് മറുപടി പറഞ്ഞു. ശ്രീ ഭഗവാനുവാച ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്തേ സംഖ്യാതും അനന്തത്വാൽമയാഭിഹി. ഭഗവാൻ പറയാണ്, അങ്ങ് ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലേ പ്രിയപ്പെട്ടവനെ, മേ ജന്മകർമാഭിധാനാനി, എൻ്റെ ജന്മങ്ങൾ, കർമ്മങ്ങൾ, അതനുസരിച്ചുള്ള നാമധേയങ്ങൾ, ഇതൊക്കെ സഹസ്രശ ആയിരക്കണക്കിന് സന്ധി ഉണ്ട് എന്ന് പറയുകയാണ് ഭഗവാൻ. അനന്തത്വം അത് അതിന് എത്രയെന്ന് പറവാൻ കഴിവില്ലാത്തത് കൊണ്ട് മയാ അഭി അനുസംഖ്യാതി, എന്നാൽ കൂടിയിട്ട് അതിൻ്റെ സംഖ്യ എത്രയെന്ന് ഇതുവരെ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അത്ര അധികമുണ്ട് എൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും പേരുകളെന്ന് ഭഗവാൻ പറയാണ്. എന്നിട്ട് വീണ്ടും ഇതിന് ഉപമാവ് പറയാണ്. ജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കരിയേ. ചിലപ്പോൾ, അതായത് എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നാണ് കൊച്ചിൽ എന്നുള്ളതിനർത്ഥം, ഒരു ജന്മഭി അനേകം ജന്മങ്ങൾ കൊണ്ട് പാർത്ഥിവാനി രജാംസി വിമമേ, ഈ ഭൂമിയിലുള്ള മന്ദരികൾ എത്ര ഉണ്ടെന്ന് അതൊക്കെ വിടൂ, പക്ഷേ എണ്ണി കണക്കാക്കി തിട്ടപ്പെടുത്തിയെന്ന് വരാം കരിഹിച്ചിൽ. എന്നാൽ ഒരിക്കലും തന്നെ മേ ജന്മാനി, എൻ്റെ ജന്മങ്ങളും ഗുണകർമാഭിധാനാനി, എൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ചുള്ള പേരുകളും കണക്കാക്കുവാൻ പറ്റില്ല. കാലത്രയോപവന്നാനി ജന്മകർമാണി മേ നൃപ അനുക്രമന്തോ നിവാന്തം ഗച്ഛന്തി പരമനുഷയാ. രാജൻ, പരമനുഷയ ഋഷീശ്വരന്മാർ കൂടിയിട്ട് കാലത്രയോപവന്നാനി 3 കാലങ്ങളിലും ഉള്ളതായിട്ടുള്ള മേ ജന്മകർമാണി, എൻ്റെ ജന്മകർമ്മങ്ങളെ അനുക്രമം വർണ്ണിച്ചുകൊണ്ട് അന്തം നഗച്ഛന്തിയേവാ, അവർക്ക് കൂടിയിട്ട് എൻ്റെ മഹത്വങ്ങളെ പറ്റിയിട്ടും എൻ്റെ ജന്മകർമ്മങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് സ്മരിച്ചുകൊണ്ടും അവരും അതിനൊരു അവസാനം കാണില്ല, ഇതുവരെ എത്തിയില്ല എന്ന് പറയുകയാണ്. തഥാപ്യദ്യതനന്യംഗ ശൃണിഷ്വഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തയേ ഭൂമേർഭാരായമാണാനം അസുരാണാം ക്ഷയായ ച അവതീർണോ യദുകുലേ ഗൃഹ ആനകദുന്ദുവേ വദന്തി വാസുദേവേരി വസുദേവസുതം ഹിമം. ഈ അംഗ, എന്നാലും എനിക്ക് പ്രിയപ്പെട്ടവനായവനെ, തഥാ അഭി എന്നിരിക്കലും അദ്യതനാനി ഇപ്പോഴുള്ളതായിട്ടുള്ള ഞാൻ ആരാണെന്നുള്ളത് ഗതത അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്താണ്? മമ ശൃണു, എന്നിൽ നിന്ന് കേട്ടോളൂ. ഭൂമേ ഭാരായമാണാന, ഭൂമിക്ക് ഭാരമായി തീർന്ന ആസുരാണാം ക്ഷയായ, അസുരന്മാരുടെ ക്ഷയത്തിനും ധർമ്മപുത്രയേച്ച, ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനുമായി വിരിഞ്ചേന പുരാ വിജ്ഞാപിത, പണ്ട് ബ്രഹ്മാവിനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് യദുകുലേ, ഈ യദുവംശത്തിൽ ആനകദുന്ദുവേ ഗൃഹേ, വസുദേവരുടെ ഗൃഹത്തിൽ അവതീർണ ഹി. ഞാനിപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കഥ എന്താണെന്ന് ചൊല്ലി പറയാൻ പറ്റുമോ? അത് ഇതെങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് അവതരിച്ചിരിക്കുകയാണ്. വസുദേവൻ്റെ പുത്രനായ എന്നെ മാം വാസുദേവ ഇതി വദന്തി, വാസുദേവന് എല്ലാവരും പറയുന്നു. കാലനേമിർഹവകംസ പ്രലംബാദ്യശ്ച സദ്വിഷ അയം ജയവനോ ദഗ്ധോ രാജംസ്തേ തിഗ്മചക്ഷുഷാ സോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേതാം ഉപാഗത പ്രാർത്ഥിത പ്രചുരം പൂർവം
ത്വയാഹം ഭക്തവത്സല ഹരൻഹൃണീശ്വരാജർഷേ സർവാൻ കാമൻ ദദാമി തേ മാം പ്രപന്നോ ജനകശ്ചിൽ ന ഭൂയോർഹരി ചോരിതും. എന്നാൽ കാലനേമി എന്നുള്ള അസുരൻ കംസനായി ജനിച്ചിരുന്നു. ആ കംസൻ എന്നാൽ വധിക്കപ്പെട്ടു. പിന്നെ പിളമ്പൻ തുടങ്ങിയിട്ടുള്ള അവൻ്റെ ചങ്ങാതിമാരായിട്ടുള്ള ദുഷ്ടന്മാരെ എല്ലാവരും അവരോട് ഈ കംസനോടൊപ്പം തന്നെ വധിക്കപ്പെട്ടു. അയം ച യവനോ ദഗ്ധോ. ഇപ്പം ഈ യവനൻ എന്നുള്ളത് ആ അങ്ങയുടെ ദിഗ്മചക്ഷുട അങ്ങയുടെ കണ്ണിൻ്റെ നോട്ടം കൊണ്ട് ഇവൻ കാളയവനൻ എന്ന് പേരുള്ള ഈ ദുഷ്ടനും ഹനിക്കപ്പെട്ടു. അതിനുശേഷം അഹം ഞാൻ തവ അനുഗ്രഹാർത്ഥം അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുഹയുടെ ഉള്ളിൽ വന്നതാണ്. പ്രാർത്ഥിത പ്രചുരം പൂർവ്വം പണ്ട് അങ്ങ് എന്നെ അനുഗ്രഹത്തിന് വേണ്ടി എന്നെ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭക്തവത്സനായിട്ടുള്ള ഞാൻ ഇതാ അങ്ങേ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. നോക്കൂ, രാജർഷിയായിട്ടുള്ള അങ്ങ് വരങ്ങൾ എന്താ വേണ്ട വെച്ചാൽ ചോദിച്ചോളൂ, ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ നൽകുന്നുണ്ടെന്ന് പറയുകയാണ്. കാരണം എന്നെ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പിന്നീട് ഒരിക്കലും പരിതപിക്കാൻ ഇടവരരുത് എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീശുക ഉവാച ഇത്യുക്തസ്തം പ്രണമ്യാഹ മുചുകുന്ദോ മുദന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. ശ്രീ സുബ്രഹ്മർഷി പറയാണ്, ഇപ്രകാരം ഭഗവാൻ അരുളി ചെയ്ത സമയത്ത് ആ മുചുകുന്ദൻ മനസ്സിലായി ഇത് സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് മനസ്സിലായിട്ട് വളരെ സന്തോഷവാനായി. കാരണം അദ്ദേഹം ഈ യുദ്ധത്തിനൊക്കെ പോണതിൻ്റെ സമയത്ത് ഭഗവാനെ ഭജിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആരാണ് നാരായണൻ എന്നുള്ളതൊക്കെ ഗർഗമഹർഷി അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു ഗുരുവാക്യത്തിൽ ഉപദേശിക്കുകയൊക്കെ ചെയ്ത് ജ്ഞാനവൃത്തനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മയിൽ ഭഗവാനെ ഭജിച്ചിട്ടുണ്ട് മുമ്പ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ യുദ്ധത്തിന് പോയതൊക്കെ. അപ്പം മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ളത്. അങ്ങോട്ട് ആ മുചുകുന്ദൻ പറയാൻ പോവാണ്. മുചുകുന്ദ സ്തുതിയാണെങ്കിൽ മുചുകുന്ദ ഉവാച വിമോഹിതോയം ജന ഈശമായയാ ത്വദീയയാ ത്വം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സഞ്ജരേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിതാ. മുചുകുന്ദൻ്റെ സ്തുതി ആരംഭിക്കാൻ എന്താണ്? ഹേ ഈശ്വര ആണ്, ഹേ ഈശ. ഈ ഓഷിൽ പുരുഷജ എല്ലാവരും പ്രപഞ്ചത്തിലെ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിട്ടുള്ള ഈ ജനം അയം ജന ത്വദീയയാ മായയാ വിമോഹിത അങ്ങയുടേതായിട്ടുള്ള ഈ മായയാൽ മോഹിക്കപ്പെട്ടവരായിട്ട് അനർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? അനർത്ഥത്തിന് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ത്വാം ന ഭജതി അങ്ങയെ ഭജിക്കുന്നതേ ഇല്ല. വഞ്ചിത കാരണം അവരെല്ലാം അങ്ങയുടെ മായയാൽ വഞ്ചിക്കപ്പെട്ടു. എന്നിട്ടോ സുഖായ സുഖത്തിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മോഹിക്കുന്നതിന് എന്നിട്ടാണ് സുഖത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ സുഖത്തിന് വേണ്ടി മോഹിച്ചിട്ട് ദുഃഖപ്രഭവേഷു ഗൃഹേഷു സജ്ജതേ ആ ഗൃഹസ്ഥാശ്രമത്തിലുള്ള ഓരോ സുഖങ്ങളുണ്ടല്ലോ, ആ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് അതിലങ്ങനെ ആസക്തരായിത്തീരുന്നു സ്ത്രീകളും പുരുഷന്മാരും. അത് പക്ഷെ എന്താണ്? ദുഃഖപ്രഭവേഷു സുഖത്തിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നതെന്ന് ആസക്തരാകുന്നത് എങ്കിൽ കൂടിയിട്ട് അവർക്ക് ദുഃഖത്തിൻ്റെ വിളനിലാണ് ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ. അതിലങ്ങനെ അവരങ്ങനെ മുഴുകിപ്പോകുന്നു എന്ന് പറയുകയാണ്. ലബ്ധ്വാജനോ ദുർലഭമത്രമാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോനഘാ പദാരവിന്ദം ന ഭജത്യ സന്മതിർ അന്ധകൂപേ പതിതോ യഥാ പശു. എന്നിട്ടോ ഈ അനഘ ഭഗവാനെ വിളിക്കുകയാണ്. ശുദ്ധ പരിശുദ്ധമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അയത്നത ആ കഥശ്ചിൽ ദുർലഭം അവ്യംഗം അതായത് ഒരു പ്രയത്നവും കൂടാണ്ട് ഏതോ ഒരു ഭാഗ്യം കൊണ്ട് സാധാരണ രീതിയിൽ ലഭിക്കാൻ പ്രയാസമേറിയിട്ടുള്ളതായിട്ടുള്ള അതായത് ദുർലഭം അവ്യംഗ അംഗവൈകല്യമൊന്നും ഇല്ലാത്തതായിട്ടുള്ള മാനുഷം ഈ മനുഷ്യജന്മം ലഭിച്ചിട്ട് കൂടിയിട്ട് അത്ര ലഭ്യത ഇവിടെ ലഭിച്ചിട്ട് പോലും അസന്മതി ആ ബുദ്ധി വേണ്ട രീതിയിലല്ലാത്തതുകൊണ്ടുള്ള അത് അതിൽ ബുദ്ധിഹീനത കാരണം മനുഷ്യൻ പാദാരവിന്ദം ന ഭജതി അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ഭജിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. അത് ഭജിക്കുന്നില്ല എന്ന് മാത്രമല്ല പശു ഒരു പശുവിനെ പോലെ ഗൃഹാന്തകോപേ പതിത ഗൃഹമാവുന്ന ഈ പൊട്ട കിണറ്റിലങ്ങനെ വീണിട്ട് അങ്ങനെ ചുറ്റി കറങ്ങും ചെയ്യുന്നു എന്ന് പറയണം.
മമൈഷ കാലോചിത നിഷ്ഫലോ ഗതോ രാജശ്രീയോന്നദ്ധമതസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ സുതദാരകോശഭൂ സജ്ജമാനസ്യ ദുരന്തചിന്തയാ. കോശഭൂഷു ആസജ്ജമാനസ്യ എന്നാണ്. അതായത് അജിത, ആർക്കും ജയിക്കാനാകാത്തവനെ എന്തിനാണ് മറ്റുള്ളവരുടെ കഥ പറയണേ, എൻ്റെ സ്വന്തം കഥ എടുത്താൽ പോയത് പറയുകയാണ് അദ്ദേഹം. രാജശ്രീയ ഉന്നതമതസ്യ, ചക്രവർത്തി പദത്തിലൊക്കെ ഇരുന്നുകൊണ്ട് അതിൻ്റെ ഐശ്വര്യം കൊണ്ട് വർദ്ധിച്ചിട്ടുള്ള അഹങ്കാരത്തോടും മുടിയനായിട്ടുള്ള ഭൂപതയെ, രാജാവായിരുന്നു ഞാൻ. മർത്യ, ഈ നശ്വരമായിട്ടുള്ള ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് ധരിച്ചുകൊണ്ടാണ് അങ്ങനെ ദുരന്ത ചിന്തയെ, അന്തം കിട്ടാത്ത ആ ചിന്തയോട് കൂടിയിട്ട് കേട്ടോ ആ ശരീരം ഞാനാണ് ധരിച്ചു എന്ന് മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ടുള്ള സുതധാര കോശ ഭൂഷു, മക്കള്, ഭാര്യ, ധനം, ഭൂമി, ഇതൊക്കെ എൻ്റെയാണെന്നുള്ള ഭാവത്തിൽ അതിലെങ്ങനെ ആസജ്ജമാനസ്, അതിലെങ്ങനെ ആസക്തനായിട്ടും ജീവിച്ചിട്ടുള്ള മമ ഏഷകാലം, എൻ്റെ ഈ കഴിഞ്ഞ കാലം മുഴുവൻ നിഷ്ഫലമായിട്ട് പോയി ഭഗവാനെ എന്നാണ് മുരുകുന്ദൻ പറയണത്. കളേവരസ്മിൻ ഖടകുഡ്യസന്നിധേ നിരൂഢമാനോ നരദേവ ഇത്യഹ വൃതോ ഇത്യഹം നിരൂഢമാനോ നരദേവ ഇത്യഹം വൃതോരദേവാശ്വപദത്യനീകവൈർ ദാമ്പര്യടം ത്വാഗണയൻ സുദുർമദാ. എന്ന് മാത്രമല്ല, എനിക്ക് ഈ ശരീരത്തിൽ അങ്ങനെ അഭിമാനം വർദ്ധിച്ചിട്ട് അഹങ്കാരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എന്താണ് ഈ ശരീരം? ഘടകുഡ്യസന്നിഭേ, അതായത് വെറും ഒരു മൺപാത്രം, മൺഭിത്തിയൊക്കെ ഇല്ലേ, അതാണ് മൺപാത്രം നിന്ന് തട്ടി ഉടഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മണ്ണായി തീരുന്നത്. അതുമാതിരിയാണ് ഈ ശരീരം എന്ന് പറയുകയാണ്. അസ്മിൻ കളയവരെ, ഈ ശരീരത്തിൽ നരദേവ, മനുഷ്യരിൽ ദേവൻ, മനുഷ്യരിൽ ദേവൻ്റെ രാജാവാണ് എന്ന ഇതി നിരൂഢമാണ്. ഉറച്ചുള്ള പേര്, ഉറച്ചുള്ളതായുള്ള അഹംഭാവം കാരണം അഹം ത്വാ അഗണയൻ, ആ അന്തരാത്മാവായിട്ടുള്ള അങ്ങയെ അവഗണിച്ചുകൊണ്ട് രഥ ഇവ അശ്വ പദാദി അനീകവൈ തേര്, ആന, കുതിര, കാലാള് എന്നീ ചതുരംഗ പടകളൊക്കെ ഉണ്ട്. അതിൻ്റെ പടനായകന്മാരാൽ വെറുതെ ചുറ്റപ്പെട്ടവനായിട്ട് ഗാം പര്യടൻ, ഈ ഭൂലോകം മുഴുവൻ അങ്ങനെ ദിഗ്വിജയ യാത്ര നടത്തിക്കൊണ്ട് സുദുർമത, മുഴുത്ത അഹങ്കാരത്തോടു കൂടിയിട്ട് അങ്ങനെ എൻ്റെ കാലം കഴിച്ചു എന്ന് പറയുകയാണ്. പ്രമത്തമുച്ചൈർവിരികൃത്യ ചിന്തയാ പ്രവൃദ്ധലോപം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ശുല്ലേരിഹാനോ ഗിരിവാകും അന്തകാ. ഇതേ ശ്ലോകം രുദ്രഗീതത്തിൽ ഭഗവാൻ പരമേശ്വരൻ ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥയാണിത്. പ്രമത്തമുച്ചൈർ ഇതി കൃത്യചിന്തയാ, അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഓരോരോ ചിന്തകളെ ഇത് ചെയ്യണം, അടുത്ത് ചെയ്യാം, അങ്ങനെ ഉച്ചൈ പ്രമത്തം വല്ലാണ്ട് അഹങ്കരിച്ചും കൊണ്ട് പ്രവൃദ്ധ ലോകം, വർദ്ധിച്ച ലോകത്തോടു കൂടിയിട്ടും വിഷയേഷു സുഖങ്ങളിൽ അങ്ങനെ അത്യാസക്തനായിട്ടുള്ളവനെ ആയിട്ടുള്ള ഓരോ ജീവനെയും ക്ഷുല്ലേലിഹാന ആഹി, അതായത് അങ്ങനെ വിശപ്പ് കൊണ്ട് ചുണ്ട് നക്കിയുള്ള പാമ്പ് ആഖും യഥ, ഒരു എലിയെ അതിൻ്റെ മാളത്തിൽ ചെന്ന് പിടിക്കില്ലേ, അതുമാതിരി അന്തക, കാലസ്വരൂപനായിട്ടുള്ള അപ്രമത്ത, ഒരിക്കലും അശ്രദ്ധയില്ലാത്ത, അതായത് എപ്പോഴും ശ്രദ്ധയോടും ഇരിക്കുന്നതിനായിട്ടുള്ള ത്വം, അങ്ങ് സഹസാ അഭിപദ്യസേ, പെട്ടെന്ന് പിടികൂടുന്നു എന്ന് പറയുകയാണ്. നമ്മളിങ്ങനെ നമ്മുടെ സുഖത്തിൽ മുഴുകിയിട്ട്, ഇങ്ങനെ ലൗകിക സുഖത്തിൽ മുഴുകിയിട്ട് പ്രമത്തനായിട്ട് കഴിയണ സമയത്ത് കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്ന് ഒരു പാമ്പ് എലിയെ പിടിക്കണ മാതിരി ഒട്ടും പരിഭ്രമം കൂടാണ്ട്, ഒട്ടും അശ്രദ്ധ ഇല്ലാണ്ട് ആ ഭഗവാൻ വന്ന് ആ കാലത്തിനനുസരിച്ച് നമ്മളെ പിടിച്ച് വിഴുങ്ങന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. പുരാരഥൈർഹേമ പരിഷ്കൃതൈശ്ചരൻ മതംഗജൈർവാ നരദേവ സംജ്ഞിത സേവ കാലേന ദുരത്യയേന തേ കളേവരോ വിക്രമി ഭസ്മ സംജ്ഞിത. പിന്നെയും മുരുകുന്ദൻ നമ്മുടെ ആ വ്യർത്ഥത, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാവങ്ങളിലെ വ്യർത്ഥത പറയണം വീണ്ടും. എന്താണ്? പണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹേമപരിഷ്കൃതൈ മതംഗജൈവ രഥൈ, അങ്ങനെയാണ് ചരൻ സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ നല്ല സ്വർണ്ണാലങ്കാരങ്ങളെ മൂടി പിടിക്കപ്പെട്ട രഥങ്ങളിൽ അല്ലെങ്കിൽ നല്ല മത്തഗജങ്ങളുടെ പുറത്തൊക്കെ എന്നെ കയറിയിട്ട് ചടിച്ച് സഞ്ചരിച്ചുകൊണ്ട് നരദേവ സംഹിത, ഞാനാണ് രാജാവ്, ആ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ട് ആ ശരീരം തന്നെ സ ഏവ കളയവ, ആ ശരീരം തന്നെ ദുരത്യയേന അതിക്രമിക്കാനാവാത്ത
തേ കാലേന അങ്ങയുടെ കാലശക്തിയാൽ എന്താ ചെയ്യും? മരിച്ചു വീണ് കഴിഞ്ഞാലോ വിക്രമി ഭസ്മസംനിത, വെറും മലം, വീട്ടിന് പറഞ്ഞാൽ മലാണ്, കൃമി, പുഴു, വെണ്ണീര്, ഇതൊക്കെയുള്ള പേരെ ഈ ശരീരം നിലത്തിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ എന്താണാവുക? ചിലപ്പോൾ പുഴുക്കൾ തിന്നും, ചിലപ്പോൾ മലായിട്ട് തീരും, ചിലപ്പോൾ ഭസ്മമായിട്ട് തീരും. ആ പേരിൽ അറിയപ്പെടുന്ന ആ ശരീരത്തിനെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ട് രാജാവാണെന്നുള്ള ഭാവത്തിൽ കേമായിട്ട് അങ്ങനെ നടന്നിരുന്നതെന്ന് പറയുകയാണ്. നിർച്ചിത്യ ദിക്ചക്രമഭൂത വിഗ്രഹോ പരാസനസ്ഥ സമരാജവന്ദിര ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഡിതം ക്രീഡാമൃഗ പുരുഷ ഈശനീയതേ. മരിച്ചു കഴിഞ്ഞാലുള്ള ആ ശരീരത്തിൻ്റെ തുച്ഛ അവസ്ഥയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. ആ കേമയുള്ള ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തിന് ആലോചിച്ച് നോക്കൂ. നിർജിത്യ, ഹേ ഈശ്വര ഭഗവാനെ, ദിക്ചക്രം, ഈ 3 ദിക്കുകളെയെ, എല്ലാ ദിക്കുകളെയും മുഴുവൻ ജയിച്ചുകൊണ്ട് അഭൂത വിഗ്രഹം, ഇനി യുദ്ധമേ വേണ്ട എന്നുള്ള അവസ്ഥ ഇങ്ങനെ പ്രായിച്ചത്. അതായത് ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തി പദത്തിൽ എത്തിയിട്ട് വരാസനസ്ഥ, ഉത്തമമായുള്ള സിംഹാസനത്തിൽ ഇരുന്നിട്ട് സമരാജവന്ദിത, തൻ്റെ സമനിലയിലുള്ള എല്ലാ രാജാക്കന്മാരാലും അങ്ങനെ വന്ദിതനായിട്ട് അവരൊക്കെ കപ്പം തന്നെ മേടിച്ചുകൊണ്ട് പുരുഷാവി, ആ ചക്രവർത്തി കൂടിയും എങ്ങനെയാണ് മൈഥുന്യസുഖേഷു, അതായത് വെറും രതിസുഖങ്ങളിൽ അങ്ങനെ ആസക്തനായ സമയത്ത് ഗൃഹേഷു, തൻ്റെ അന്തഃപുരത്തിൽ പോയി കഴിഞ്ഞാൽ യോഷിതാം ക്രീഡാമൃഗ നീയതേ, സ്ത്രീജനങ്ങളാൽ വെറും ഒരു കളിക്കുരങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അതും കാലസ്വരൂപിയായിട്ടുള്ള അങ്ങയുടെ മായയിൽ മുഴുകിയിട്ടാണ്. ഇന്ന് മാത്രം ഈ ലൗകിക വിഷയിനി കരോതി കർമാണി തപസ്സുധിഷ്ഠിതോ നിവൃത്തഭോഗ തദാപേക്ഷയാദൽ പുനശ്ച ഭൂയേയമഹം സ്വരാടിനി പ്രവൃത്തദർശോ ന സുഖായ കൽപ്പതേ. ഇനി ചിലര് ഇതിൽ നിന്നൊക്കെ നിവൃത്ത പോകുക, ഈ ചക്രവർത്തി സുഖമൊന്നും വേണ്ട, ഭോഗസുഖത്തിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് തത് അപേക്ഷയാ, ഭോഗസുഖത്തെ തന്നെ അപേക്ഷിച്ചുകൊണ്ടും എന്നിട്ടോ ഇനി വീണ്ടും വേണം ഈ ലോകത്തിൽ അടുത്ത ലോകത്തിൽ സുനിഷ്ഠിത, തപസ് മുതലായ അത്യന്ത നിഷ്ഠയോടും ത്യാഗം ചെയ്തും കർമാണി കരോതി, കർമ്മങ്ങളെ ചെയ്യുന്നു. അഹം പിന്നെ ഞാൻ ഇനിയും സ്വരാട് ഇന്ദ്രനായിട്ട് ഭൂയേയം ഭവിക്കണമേ ഇതി പ്രവൃദ്ധദർശ. ഇതെന്തിനാ അങ്ങനെയൊക്കെ ഈ ചക്രവർത്തി പദത്തിൽ ത്യാഗമൊക്കെ ചെയ്തിട്ട് വലിയ തപസ്സൊക്കെ ചെയ്യണത്? സ്വർഗ്ഗലോകത്തിൽ ഇന്ദ്രപദവിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ദുരാഗ്രഹം കൊണ്ട് മാത്രമാണ്. ഭൂയേയം ഇതി പ്രവൃദ്ധദർശ, അത്യാശമൂർത്തിയിരിക്കുന്ന അവൻ സുഖായ നകൽപ്പതേ, അവനെന്താ ഉണ്ടാവുക? അവന് സുഖം ഉണ്ടായില്ല. ഇവിടെ ഈ ചക്രവർത്തി പദമൊന്നും അനുഭവിച്ചില്ല, അവസാനം വീട്ടിൽ അവിടെ ചെന്നാൽ കിട്ടാമുണ്ടോ? അവിടെ ഇല്ല എന്ന് പറയാണ്. ഇഹത്തിലും പരത്തിലും സുഖം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേൽ ജനസ്യ തർഹ്യച്യുത സൽസമാഗമ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാപരേശേ ത്വയി ജായതേ മതീ. എന്നാൽ ഈ സംസാരചക്രത്തിൽ നിന്ന് ഈ ചുറ്റലിൽ നിന്ന് പുറത്തു കിടക്കാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ടെച്ചാൽ ഉണ്ടെന്ന് പറയാണ്. എന്താണ്? അച്യുത, നാശമറ്റവനായിട്ടുള്ള ഭഗവാനെ, ഭ്രമത ജനസ, ഈ സംസാരചക്രത്തിൽ അങ്ങനെ ചുറ്റിച്ചിരിക്കുന്ന മനുഷ്യന് യഥാ ഭവാപവർഗ, എപ്പോഴാണോ സംസാര നിവൃത്തി ഭവേ ഉണ്ടാകാൻ പോകുന്നത്, തർഹി അപ്പോൾ എന്താണ്ടാവുക? സത്സമാഗമ, സജ്ജന സംസർഗം ഉണ്ടാകും, സത്സംഗം ഉണ്ടായിത്തീരും. സത്സംഗം, ആ സജ്ജന സംസർഗം യർഹി തഥായ, എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ തന്നെ സദ്ഗതവും സജ്ജനങ്ങൾക്ക് മാത്രം പ്രാപ്യനും പരാവരേശേ, അതായത് സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള എല്ലാറ്റിനെയും നിയന്താവായിട്ടുള്ള ത്വയി മതി ജായത, അങ്ങയിൽ ആ ഭക്തി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം നാണെന്നുള്ള ആ ഭാവം ബുദ്ധി ഉണ്ടാവും ചെയ്യണമെന്ന് പറയുകയാണ്. ആ സജ്ജന സംസർഗം ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നിവൃത്തിമാർഗത്തിലേക്കുള്ള ആത്മോന്നതിക്കുള്ള മാർഗമായി തീർന്നു, അതിൽ തുറന്നു എന്നാണ്. അപ്പോൾ ഭഗവത് ഭക്തി തന്നെത്താൻ ഒന്ന് എത്തും ചെയ്യും. നിന്യേമഭാനുഗ്രഹ ഈശതേ കൃതോ രാജാനുബന്ധാവഗമോ യദച്ഛയാ യപ്രാപ്യതേ സാധുവിവേകചര്യയാ വനം വിവിക്ഷദ്ഭി അഖണ്ഡഭൂമി വൈ. ഹേ ഈശ, ഭഗവാനോട് വീണ്ടും പറയുകയാണ്, യദൃച്ഛയാ, ഇങ്ങനെ എന്താണ് യാദൃച്ഛികമായിട്ട്
അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ പറയാം. എന്താണ് എന്താണ് മമ തേ കൃത അനുഗ്രഹം, അങ്ങയാൽ ചെയ്യപ്പെട്ട അനുഗ്രഹം തന്നെ എന്താണ്? രാജ്യാനുബന്ധ അവഗമ, ഈ രാജ്യഭരണ ബന്ധത്തിൽ നിന്നുള്ള മോചനം എനിക്ക് ലഭിച്ചില്ലേ? എന്താണ് കാരണം? ഈ യുദ്ധത്തിന് പോയി സ്വർഗ്ഗലോകത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രാജ്യഭരണം ഒന്നും വേണ്ടി വന്നില്ല, അവിടെ യുദ്ധത്തിൽ മുഴുകിയാൻ കഴിയായിരുന്നില്ല. അത് അങ്ങ് ചെയ്തു എന്നുള്ള ഒരു അനുഗ്രഹമാണെന്ന് പറയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം യാതൊന്നാണോ സാധുഭി ഏകജല്യയാ വനം വിവിക്ഷദ്ഭി അഖണ്ഡഭൂമി വൈ പ്രാർത്ഥ്യതേ. അതായത് അങ്ങയുടെ ഈ അനുഗ്രഹത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എങ്ങനെയാണ് വാനപ്രസ്ഥന്മാരായിട്ട് രാജാക്കന്മാർ ചക്രവർത്തികൾ കൂടിയിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോണു എന്ന് മാത്രമല്ല, സന്യാസികളായിട്ടുള്ള മഹർഷിമാരും അവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങയുടെ ഭക്തി, അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത്. അതെനിക്ക് ആ ഭാഗ്യം കൊണ്ട് കിട്ടി. കാരണം ഈ ഇതിലുള്ള ആഗ്രഹമൊന്നും ഇല്ലാണ്ട് അവിടെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് ഇനി എന്താണ്? കാമയന്യം തവപാദസേവനാൽ അകിഞ്ചന പ്രാർത്ഥ്യതമാദ്വരം വിഭോ ആരാധ്യകസ്ത്വം ഹ്യപവർഗതം ഹരേ പ്രണീത ആര്യോ വരമാത്മബന്ധനം. എന്താണ് ഹേ വിഭോ, അതുകൊണ്ട് ഹരേ, ആ മഹാപ്രഭു ആയിട്ടുള്ള ശ്രീഹരേ, അകിഞ്ചന പ്രാർത്ഥ്യതമാൽ ആ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചവരാണ്. പ്രപഞ്ചത്തിൽ ഇനി ഒന്നും വേണ്ട എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടുള്ള അവരങ്കൂടി ആഗ്രഹിക്കുന്നതായിട്ടുള്ള തവ പാദസേവനാൽ അന്യം വരം, അങ്ങയുടെ ആ പാദാരവിന്ദ സേവയെ ഒഴിച്ച് വേറെ ഒരു വരത്തിനെയും എനിക്ക് ആഗ്രഹമില്ല. വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരു ആഗ്രഹവും ഇല്ല. അങ്ങയുടെ പാദസേവനം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കാരണം ആര്യകഹി വിവേകിയായിട്ടുള്ള ആരാണ്? അപവർഗതം ത്വാ മോക്ഷം നൽകുന്നവനായിട്ടുള്ള അങ്ങയെ ആരാധിച്ച് ആത്മബന്ധനം വരം വൃണീത, തൻ്റെ ആത്മാവിന് വീണ്ടും ബന്ധനം നൽകുന്നതായിട്ടുള്ള ഈ തുച്ഛമായിട്ടുള്ള ലൗകിക വരങ്ങളെ, ലൗകിക സുഖങ്ങളുള്ള വരങ്ങളെ ആരാണ് ചോദിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സംസാരബന്ധത്തെ ദൃഢീകരിക്കാനുള്ള ഈ വരങ്ങളൊന്നും എനിക്ക് വേണ്ട, അങ്ങയുടെ പാദസേവ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുകയാണ്. തസ്മാൽ വിസൃജ്യാശിര ഈശ സർവതോ രജസ്തമ സത്വഗുണാനുബന്ധന നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. ഹേ ഈശ്വര, ഹേ ഈശ, തസ്മാൽ അതുകൊണ്ട് രജസ്തമ സത്വഗുണാനുബന്ധന, രജസ് സമസ് സത്വം ഈ ഗുണങ്ങളോട് ബന്ധപ്പെട്ട ആശിഷ സർവത വിസൃജ്യ, അതായത് ഈ ഗുണങ്ങളുടെ രജോ ഗുണമായാലും തമോ ഗുണമായാലും സത്വഗുണമായാലും ഏതായാലും ബന്ധനത്തിന് കാരണമായി തീരുന്നു പറയുകയാണ്. അതുകൊണ്ട് ഈ ഗുണങ്ങളുടെ ഒരു ബന്ധവും ഇല്ലാത്ത അതെല്ലാം ആ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതിനോട് ബന്ധപ്പെട്ട വരങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നിരഞ്ജനം നിസ്സംഗനും നിർഗുണം ഗുണാതീതനുമായിട്ടുള്ള അദ്വിതീയം വേറെ ആരും ഇല്ലാത്തവനായിട്ടുള്ള അങ്ങ എങ്ങനെയാണ്? ജ്ഞപ്തി മാത്രം ജ്ഞാനസ്വരൂപനാണ് അങ്ങ്. അങ്ങനെയുള്ള പരംപുരുഷൻ പരമപുരുഷനായിരിക്കുന്ന ത്വാം ശരണം വ്രജാമി, അങ്ങേ ഞാനിതാ ശരണം പ്രാപിക്കുന്നു ഭഗവാനേ എന്ന് പറയാണ്. ഈ ഗുണങ്ങളും കൂടി ബന്ധിക്കുന്നതാണ്. അപ്പോൾ സാത്വികമായിട്ടുള്ള വരങ്ങൾ എന്തായിരിക്കും? നല്ല ഐശ്വര്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങളെല്ലാം ധാരണം ചെയ്യാൻ നിനക്കുള്ള കഴിവുണ്ടാവണമൊക്കെ സാത്വിക വരങ്ങളാണ്. അതും ബന്ധനത്തിലേക്ക് നയിക്കും. പിന്നെ രാജസങ്ങൾ അയച്ചാലോ നല്ല എങ്ങനെയാണ് ഐശ്വര്യം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന രാജസായിട്ടുള്ള വരങ്ങളാണ്. തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസ ഗുണത്തിലായിച്ചാലോ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെ ഇല്ലേ? ഇതൊക്കെ ഈ 3 തരത്തിലുള്ള വരങ്ങളായാലും അത് വീണ്ടും വീണ്ടും ബന്ധനത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നാണ് മുചുകുന്ദൻ പറയണത്. ചിരമിഹ വൃജിനാർത്ത തപ്യമാനോനുതാപൈൽ അവിദൃഢമിത്രോലബ്ധശാന്തി കഥഞ്ചിൽ ശരണദ സമുവേദ ത്വൽപദബ്ജം പരാത്മൻ അഭയമൃതമശോകം പാഹിമാം പാഹിമാപന്നമീശ. ശരണദ പരമാത്മൻ, എല്ലാവർക്കും ശരണം നൽകുന്നവനായിട്ടുള്ള പരമാത്മസ്വരൂപിനായിട്ടുള്ള ഭഗവാനെ എന്നാണ്. ഇഹ ഇവിടെ ചിരം അനുതാപൈ തപ്യമാന, ഈ ലോകത്തിൽ വളരെ കാലമായിട്ട് അനുതാപൈ താപത്രയങ്ങളാൽ കഷ്ടപ്പെടുന്നവനും, ആധ്യാത്മികം ആദിഭൗതികം അതുമാതിരി ആദ്യ ദൈവികം എന്നൊക്കെ പലതരത്തിലുള്ള ആ ദുഃഖങ്ങളാൽ അങ്ങനെ കഷ്ടപ്പെടുന്നവനും, വൃജിനാർത്ഥ ഇങ്ങനെ ഈ താൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളാൽ അങ്ങനെ
ആർത്തനായവനും വിദൃഷ ഷഡ് അമിത്ര ആഗ്രഹം ശമിച്ചിട്ടില്ലാത്ത 6 ശത്രുക്കളോട് കൂടിയവൻ. എന്താണ് ആഗ്രഹം ശമിക്കാത്ത ശത്രുക്കൾ? ആരാണ്? നമ്മുടെ വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മൃത്യു, ഇങ്ങനെ 6 ശത്രുക്കൾ എന്ന് പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിലോ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും. ഇതന്നെ ഈ ശത്രുക്കളുണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾ, ഇവരെല്ലാവരും അവരുടെ ആ ശത്രുക്കളുടെ അത് കാരണം അലബ്ധശാന്തി കഥഞ്ചിൽ ഒരിക്കലും ശാന്തി ലഭിക്കാണ്ട് അങ്ങനെ കഴിയുന്നവനായിട്ടുള്ള ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അഭയം, ഋതം, അശോകം. അതായത് ഒരിക്കലും ഇനി ഭയമില്ലാത്തതായിട്ടുള്ള ആ സ്ഥാനം, സത്യസ്വരൂപമായിട്ടുള്ളത്, അശോകം, ശോകരഹിതമായിട്ടുള്ള പദാബ്ജം, അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സമുപേത പ്രാപിച്ചിരിക്കുന്നു ഭഗവാനെ. ആവന്നം മാ പാഹി. അങ്ങനെ അതിൽ ആപത്തിൽ അടിമപ്പെട്ടതായിട്ടുള്ള അങ്ങേ ശരണം പ്രാപിച്ചുള്ള എന്നെ രക്ഷിക്കണേ ഭഗവാനെ. എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ അഭയം തരണേ എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ആ മുകുന്ദൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച സർവഭൗമ മഹാരാജ മതിസ്തേ വിമലോർജിത വരേ പ്രലോഭിതസ്യാമി ന കാമൈർവിഹതാ യഥാ. ഭഗവാൻ സന്തോഷത്തോടുകൂടി മറുപടി പറയാണ്, സാർവഭൗമ മഹാരാജ, അല്ലയോ ഭൂമമണ്ഡലത്തിന് ആകമാനം അധിപതിയായിട്ടുള്ള മഹാരാജാവേ, ചക്രവർത്തി എന്നുള്ള ഭാവത്തിലാണ്. തേ മതി അങ്ങയുടെ മനസ്സ് വിമല, നിർമ്മലമായിരിക്കുന്നു, മാലിന്യങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, ഊർജിത, നല്ല ഉറപ്പുള്ളതായിരിക്കുന്നു. യഥാ, എന്ത് കാരണത്താൽ എന്ന് വെച്ചാൽ കാമൈ വരൈ പ്രലോഭിതസ്യാഭി. ഇങ്ങനെ ഓരോരുത്തർക്കല്ലേ വരങ്ങൾക്ക് വേണമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്ത് വേണമെച്ചാൽ വരം തരാമെന്നിങ്ങനെ ആഗ്രഹങ്ങൾക്കപ്പെട്ട വരങ്ങളാൽ പ്രലോഭിപ്പിച്ചിട്ട് കൂടിയിട്ട് നവിഹത, അങ്ങയുടെ ആ ബുദ്ധി ഹനിക്കപ്പെട്ടില്ല. അതാണ് ഊർജിതമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ബുദ്ധി ഉണ്ടായി അങ്ങയ്ക്ക് എന്ന് പറയുന്നത്. പ്രലോഭിതോ വരൈര്യത്വം അപ്രമാദായ വിദ്ധിതൽ നധീർമയ്യേകഭക്താനാം ആശീഭിർഭിദ്യതേ ക്വചിൽ ത്വം വരൈ പ്രലോഭിതയത്തൽ. അങ്ങ് ഇങ്ങനെ ഓരോ വരങ്ങളെ കൊണ്ട് പ്രലോഭിപ്പിക്കപ്പെട്ടവനായി എന്നത് അതൊന്നും അപ്രമാദായ ഭക്തന്മാരുടെ ബുദ്ധിക്ക് പ്രമാദം വരികയില്ല എന്ന് കാണിക്കാനാണ് എന്ന് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. അങ്ങക്ക് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചില്ലേ, അങ്ങയൊന്ന് പരീക്ഷിച്ചിട്ട് അങ്ങയുടെ യഥാർത്ഥ ഭക്തനായി കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും പ്രലോഭിപ്പിക്കപ്പെടില്ല എന്ന് ലോകത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കോളൂ പറയുകയാണ്. മയി ഏകഭക്താനാം ധീ, എൻ്റെ ഏകാന്ത ഭക്തന്മാരുടെ ബുദ്ധി ആശീർഭി കോച്ചിൽ നഭിദ്യതേ, ഇത്തരം വരങ്ങളാലൊന്നും ഒരിക്കലും അവരുടെ ബുദ്ധി ഭ്രമിക്കപ്പെടുന്നില്ല, ഭേദിക്കപ്പെടുന്നില്ല. യുഞ്ജാനാനാം അഭക്താനാം പ്രാണായാമാധിഭിർമന അക്ഷീണവാസനം രാജൻ ദൃശ്യതേ പുനരുത്ഥിതം. ഹേ രാജൻ, അല്ലയോ രാജാവേ, പ്രാണായാമാദിഭി യുഞ്ജാനാനാം, ആ പ്രാണായാമം തുടങ്ങിയിട്ടുള്ള പല മാർഗങ്ങളിൽ കൂടി മനസ്സിനെ നിരോധിക്കുവാൻ പ്രയത്നിക്കുന്നവരായാലും അഭക്താനാം, എന്നിൽ ഭക്തിയില്ലാത്തവരുടെ മനസ്സ് അക്ഷീണവാസനം, വിഷയവാസന ക്ഷയിക്കാത്ത കാരണം ഉത്ഥിതം, വീണ്ടും അതങ്ങനെ വിഷയാസക്തായിട്ട് ഉയരുന്നതായിട്ട് ദൃശ്യതയെ സാധാരണ രീതിയിൽ കാണപ്പെടാറുണ്ട് എന്ന് പറയുകയാണ് ഭഗവാൻ. അതായത് കർമ്മവാസനയൊക്കെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് യോഗാഭ്യാസമൊക്കെ ഉത്തമ മാർഗ്ഗമാണ്. എങ്കിൽ കൂടിയിട്ട് ആ യോഗാഭ്യാസത്തിലും അത് ഭക്തിയധിഷ്ഠിത അല്ല എന്നുണ്ടെങ്കിൽ ഭ്രംശം വരാമെന്നാണ് ആ ഭഗവാൻ പറയണത്. അഷ്ടാംഗ യോഗശാസ്ത്രത്തിൽ ധാരണയ്ക്ക് പോലും വിഷയം വരാമെന്നൊക്കെ യോഗശാസ്ത്രത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും കൂടുതലുള്ളതാണ് ഇതിനൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയോട് കൂടിയിട്ട് വേണം മറ്റുള്ള സാധനാക്രമങ്ങളൊക്കെ ചെയ്യാൻ. വിചരസ്വമഹീം കാമം മയ്യാവേശിതമാനസ അസ്ത്വേവ നിത്യധാതുഭ്യം ഭക്തിർമയ്യനവായിനി. മൈ ആവേശിത മാനസ, എന്നിൽ ഉറപ്പിച്ചുള്ള മനസ്സോടുകൂടി മഹീം കാമം വിചരസ്വ, അങ്ങ് ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. തുഭ്യം മൈ ഭക്തി, അങ്ങയ്ക്ക് എന്നിലുള്ള ഈ ഉറച്ച ഭക്തി നിത്യത എപ്പോഴും അനവായിനി അസ്തു ഏവ, ഒരിക്കലും അയവില്ലതായിട്ട് നാശമില്ലാത്തതായിട്ട് ഭവിക്കുക തന്നെ ചെയ്യട്ടെ എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ക്ഷാത്രധർമ്മസ്ഥിതോ ജന്തുന്യവധീർമൃഗയാദിഭി സമാഹിത തത്തപസാ ജഹ്യകം മധുപശ്രിത. അങ്ങ്
ക്ഷാത്രധർമ്മസ്ഥിത ക്ഷത്രിയധർമ്മത്തിൽ ആയിരിക്കണ കാലത്ത് മൃഗയാദിവി നായാട്ടുകൊണ്ടും മറ്റും അനവധി ജന്തുക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ടുണ്ട്. സമാഹിത ജിതേന്ദ്രിയനായിട്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് മധുവാസിത എന്നെ തന്നെ ആശ്രയിച്ചിട്ട് തപസ്സുകൊണ്ട് അകം അതിൻ്റെയൊക്കെ ആ പാപത്തെ ജഹി നശിപ്പിക്കണം. ഇങ്ങനെ ഈ ഹിംസകളൊക്കെ ചെയ്തിട്ടുള്ള ആ പാപങ്ങളെയൊക്കെ എന്നിൽ ഭക്തിയോടുകൂടി ചെയ്തിട്ടുള്ള തപസ്സുകളെ കൊണ്ട് ആ പാപങ്ങളൊക്കെ തീർത്തിട്ട് ജന്മന്യന്തരേ രാജൻ സർവഭൂതസുഹൃത്തമ സർവഭൂതസുഹൃത്തമ ഭൂത്വാ ദ്വിജവരസ്ത്വം വൈ മമുപൈഷ്യസി കേവലം. ഏ രാജൻ, ത്വം അങ്ങ് അനന്തരേ ജന്മനെ അടുത്ത ജന്മത്തിൽ സർവഭൂത സുഹൃത്തമ എല്ലാ ജീവജാലങ്ങളുടെയും സ്നേഹഭാജനായിട്ടുള്ള ദ്വിജവര ഒരു ബ്രാഹ്മണോത്തമനായിട്ട് ഭൂത്വ ജനിച്ചിട്ട് കേവലം കേവല ആത്മാവായിട്ടുള്ള എന്നെ തന്നെ ഉപൈഷ്യസി പ്രാപിക്കുന്നതാണ്. ഈ ജന്മത്തിലില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് എന്നെ ഇതേ രീതിയിലുള്ള തപസ്വാധ്യായങ്ങളൊക്കെ തുടർന്നുകൊണ്ട് ഭക്തിയോടുകൂടി അങ്ങ് ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഭഗവാൻ കുചോന്ദനെ അനുഗ്രഹിച്ചു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മുചുകുന്ദസ്തുതിർനാമേകപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു വിശദീകരണം. 33 ശ്ലോകത്തിൽ ചിരപ്രജാകരശ്രാന്തോ നിദ്രയോപഹതേന്ദ്രിയ എന്ന് മൂലഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ വേറെ പല ഗ്രന്ഥങ്ങളിലും നിദ്രയാ ആവഹതേന്ദ്രിയ ഇങ്ങനെ 2 പാഠഭേദങ്ങൾ 2 പാഠങ്ങൾ കാണാനുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ പല വ്യാഖ്യാനങ്ങളിലും നോക്കി. അതുമാതിരി 1-2 പണ്ഡിതന്മാരോട് ചോദിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നിദ്രയാ അപഹതേന്ദ്രിയ എന്നുള്ളതാണ് കൂടുതൽ അർത്ഥം വരുന്ന നന്നായിട്ടുള്ള പാഠം എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് നിദ്ര കാരണം ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിച്ചു പോയിട്ടുള്ള എന്നുള്ള അവസ്ഥ. നിദ്രയ മറ്റേ പാഠമാണെന്ന് വെച്ചാൽ നിദ്രയ ഉപഹതേന്ദ്രിയ എന്നാകും. അപ്പോൾ ഉപഹത എന്ന് പറഞ്ഞാൽ നശിച്ചു പോയിട്ടുള്ള എന്നുള്ള അങ്ങനെ അടുത്ത് അതിനേക്കാൾ അപഹതേന്ദ്രിയ എന്നാണ് കൂടുതൽ നല്ല പാഠം എന്ന് ആണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ നമുക്കത് 2 പാഠം സ്വീകരിക്കാം. പക്ഷേ ഇതാണ് കൂടുതൽ നല്ലതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്.